അല്ലാഹുവിന്റെ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഇന്നമാ ബുഇത്തു, ഞാൻ നിയോഗിതനായിട്ടുള്ളത് ഏറ്റവും നല്ല മകാരിമൽ അഖ്ലാഖിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഏറ്റവും നല്ല അഖ്ലാഖ്, ഏറ്റവും നല്ല എത്തിക്സ്, മൊറാലിറ്റി, ധാർമ്മികത, സദാചാരം, ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ നിയോഗിച്ചിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ എത്തിക്സിന്റെ, ധാർമ്മികതയുടെ, നൈതികതയുടെ, സദാചാരത്തിന്റെ ശിക്ഷണങ്ങളും പാഠങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടത്തിലും അവിടുത്തെ സ്വഹാബെ കിറാമിനും അവിടുത്തെ പൊതുജനങ്ങൾക്കും നൽകിക്കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ ജീവിതത്തിൽ തിരു റസൂലിന്റെ ജീവിതം മഹോന്നതമാണ്, മനോഹരമാണ്, പവിത്രമാണ്, വിശുദ്ധമാണ്. ആ മഹനീയമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തിരു റസൂലിനോട് നമുക്ക് പ്രണയം തോന്നിപ്പോവുക എന്നത് ഒരു സ്വാഭാവികതയും ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉപദേശം ചോദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് അനുചരന്മാരെ നമുക്ക് തിരു റസൂലിന്റെ സുന്നത്ത് നബിയിൽ അല്ലെങ്കിൽ റസൂലിന്റെ സീറയിൽ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഓരോ സഹാബിക്കും അല്ലെങ്കിൽ ഓരോ അനുചരനും റസൂൽ കൊടുക്കുന്ന ഉപദേശങ്ങൾ ഓരോന്നാണ്, വ്യത്യസ്തമാണ്. എന്താണ് റസൂലെ ഞാൻ ജന്നത്തിൽ പ്രവേശിക്കാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വരുന്ന ഓരോ സഹാബിക്കും ആ സഹാബിയുടെ കപ്പാസിറ്റി അനുസരിച്ച്, കാപ്പബിലിറ്റി അനുസരിച്ച് റസൂലിന്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. റസൂൽ അദ്ദേഹത്തിന് കൂടി താങ്ങാൻ കഴിയുന്നതാണ് റസൂൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തന്റെ ലൈംഗിക തൃഷ്ണയെ ശമിപ്പിക്കാൻ കഴിയാത്തതിന്റെ ആവലാതി ബോധിപ്പിക്കാൻ റസൂലെ എനിക്ക് ഇങ്ങനെ തോന്നുക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു മനുഷ്യരോട് റസൂലുള്ള പറയുന്ന ഒരു ഉത്തരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ആ സ്ഥാനത്ത് നിൽക്കുമ്പോ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് നിന്നോട് രക്തബന്ധത്വമുള്ള നിന്റെ മാതാവ്, നിന്റെ സഹോദരി ഇവരാണെങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. റസൂലെ എനിക്ക് മോഷ്ടിക്കാതിരിക്കാൻ സാധ്യമല്ല, എനിക്ക് കക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നാൽ നീ മോഷ്ടിച്ചോ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ടായിരിക്കണം നീ മോഷ്ടിക്കേണ്ടത്. ആ മനുഷ്യൻ പിന്നീട് റസൂലിന്റെ അടുത്ത് തിരിച്ചു വരികയാണ്. അങ്ങനെ ആരും കാണാത്ത ഒരു സ്ഥലം ദുനിയാവിൽ ഇല്ല. കാരണം എല്ലായിടത്തും അള്ളാഹുവിന്റെ കണ്ണുണ്ട്, അള്ളാഹുവിന്റെ നോട്ടമുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ലിബറലിസം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയോടുകൂടി വേരടക്കം പിഴുതെറിഞ്ഞ ആ ഉപദേശങ്ങളിൽ നമുക്ക് റസൂലിന്റെ നമുക്ക് ഈ സമകാലികതയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയും. ലിബറലിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമായി, ഒരു വ്യവഹാരമായി, ഒരു സൈദ്ധാന്തിക ചട്ടക്കൂടായിട്ടല്ല താനൂരില്, വാഴക്കത്തെരുവില്, ചുള്ളിപ്പാറയില്, മലപ്പുറത്ത് വരുന്നത്. അത് നമ്മുടെ സ്വഭാവത്തെ, ജീവിതത്തെ, നമ്മുടെ ജീവിത ശീലങ്ങളെ ക്രമീകരിച്ചുകൊണ്ടാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, അഖ്ലാഖിനെ മാറ്റിപ്പണിയുക, അഖ്ലാഖിനെ ശുദ്ധീകരിച്ചെടുക്കുക, അഖ്ലാഖിനെ നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യവും അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അലീജ ഇസ്സത്ത് ബഗോവിച്ച് എന്ന ഒരു പണ്ഡിതനുണ്ട്, എന്ന ഒരു ദാർശനികനുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിലെ മനോഹരമായ ഒരു പരാമർശം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മൃഗത്തെ നമ്മൾ എപ്പോഴാണ് ഭയപ്പെടേണ്ടി വരിക? ഒരു മൃഗത്തെ നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴാണ്? ഒരു മൃഗം അതിന്റെ ക്രൗര്യഭാവം, അതിന്റെ ക്രൂരത പുറത്തെടുക്കുന്നത് എപ്പോഴാണ്? അതിന് വിശക്കുമ്പോഴാണ്. അത് വിശപ്പ് കൊണ്ട് എന്തും ചെയ്യാവുന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്. പക്ഷെ ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് അവൻ എത്തുക അവന് ധാരാളിത്തവും ധൂർത്തിന്റെയും അവന്റെ ആധിക്യത്തിന്റെയും അവസ്ഥയിലാണെന്ന് അലീജ ഇസ്സത്ത് ബഗോവിച്ച് പറയുന്നത്. ദാരിദ്ര്യത്തിലല്ല ഒരു മനുഷ്യൻ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തുക, ഒരു മനുഷ്യൻ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തുക അവന്റെ ധാരാളിത്തത്തിലും സമ്പന്നതയിലും സമൃദ്ധിയിലുമാണ് എന്ന് അലീജ ഇസ്സത്ത് ബഗോവിച്ച്
ഓർമ്മിപ്പിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ വായിക്കേണ്ടുന്ന ഒരു തത്വചിന്തകനുണ്ട്, മലിക് ബിൻ നബി. ഇസ്ലാമിക ദാർശനിക മണ്ഡലത്തിലെ അതുല്യ പ്രഭാവനായ രണ്ടാം ഇബ്നു ഖൽദൂൻ എന്നറിയപ്പെടുന്ന ചിന്തകൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നാട് എപ്പോഴാണ് തകരുക, ഒരു നാട് എപ്പോഴാണ് ചരമം പ്രാപിക്കുക, അതിന്റെ ധാർമ്മികമായ മൊറാലിറ്റിയുടെ, സംസ്കാരത്തിന്റെ, അഖ്ലാഖിന്റെ തരത്തിൽ നിന്ന് അത് കൂപ്പുകുത്തുമ്പോഴാണ്. അത് സംഭവിക്കൽ എപ്പോഴാണ്? ബഗ്ദാദിൽ സംഭവിച്ചത് എപ്പോഴാണ്? ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്കല്ല, ദാരിദ്ര്യം പോലും എത്തുന്നത് ധാർമ്മികതയുടെ ശോഷണത്തിലാണ്, മൊറാലിറ്റിയുടെ ശോഷണത്തിലാണ്. താനൂര് തകരൽ എപ്പോഴാണ്? ചുള്ളിപ്പാറ തകരൽ എപ്പോഴാണ്? മലപ്പുറം തകരൽ എപ്പോഴാണ്? കേരളം തകരൽ എപ്പോഴാണ്? അതിന്റെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഉറപ്പിച്ചോ, മുസ്ലിം സമുദായം ആന്തരികമായി തകരാൻ പോവുക, അത് ഫാഷിസത്തിന്റെ നെഞ്ചളവിലല്ലാതെ തടുക്കാനുള്ള ശേഷിയും കരുത്തും ഇൻഷാ അല്ലാഹ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആന്തരികമായി തകരുമ്പോഴാണ്. ഒരു ഫാഷിസത്തിനും നമ്മുടെ രോഗം തൊടാനുള്ള ശേഷിയില്ല. കാരണം നമ്മൾ സുന്നത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചക്കാരാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ റബീഉൽ അവ്വലിലും റസൂലിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയും, റസൂലിന്റെ ഉസ്വത്തുൻ ഹസന, മഹോന്നതമായ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയും. പക്ഷെ നമ്മൾ റസൂലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ടത് റസൂൽ അനുഭവിച്ച വേദനകളാണ്, റസൂൽ അനുഭവിച്ച യാതനകളാണ്, പീഠാനുഭവങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ ഈ ഫാഷിസത്തിന്റെ നടുമുറ്റത്ത് നിൽക്കുമ്പോ RSSകാരൻ മുസ്ലിം സമുദായത്തിനെതിരെ എല്ലാ ദിവസവും വംശീയതയുടെ പ്രചാരണം നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമുദായം ആലോചിക്കേണ്ടത്, തായിഫിൽ നിന്ന് ഏറുകിട്ടി ചോര പൊടിഞ്ഞ് വീഴാതിരിക്കാൻ ഒരു മരം പിടിച്ചു നിൽക്കുന്ന ഹബീബുന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബദറിൽ തങ്ങളെക്കാൾ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും അപ്പുറം ശേഷി കൊണ്ട് തിളങ്ങി നിൽക്കുമ്പോഴും പതറാതെ നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉഹുദിൽ തോറ്റുപോയ റസൂലിന്റെ സൈന്യത്തെ നമ്മൾ ഓർക്കേണ്ടതാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ആയിഷ വീട്ടിൽ നമുക്ക് എന്തുണ്ട് അതിഥിക്ക് നൽകാനെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലെ, ഉണങ്ങിയ റൊട്ടിയുടെ കഷ്ണമല്ലാതെ ഒന്നും നമുക്ക് ബാക്കിയില്ല എന്ന് പറയുന്ന തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്റെ വീട്ടിലേക്ക് അതിഥിയെ കൊണ്ടുപോകാൻ നിർവാഹമില്ല, കാരണം എന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണമില്ലെന്ന് പറയുന്ന റസൂലിനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് മഹനീയ ജീവിതത്തിന്റെ കുറവല്ല, അതിന്റെ ഒരു പോരായ്മയല്ല ദാരിദ്ര്യം, അതിന്റെ ഒരു പോരായ്മയല്ല ബഹിഷ്കരണം. കാരണം ഷീബ് അബീ ത്വാലിബിൽ റസൂലിനെ ഉപരോധിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന റസൂലിനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പമേ, സമുദായമേ, സമൂഹമേ, നമ്മൾ തകരാൻ പോകുന്നത് RSSന്റെ ചട്ടുകങ്ങൾക്ക് മുമ്പിലല്ല, നമ്മൾ തകരാൻ പോകുന്നത് നമ്മുടെ റൂഹ് ചോരുമ്പോഴാണ്, നമ്മുടെ ധാർമ്മികത ചോർന്നലിക്കുമ്പോഴാണ്, നമ്മുടെ സംസ്കാരം ചോർന്നലിക്കുമ്പോഴാണ്, നമ്മളാക്കുന്ന ധാർമ്മികതയുടെ അടിവേരുകൾ അറുത്തു മാറ്റപ്പെടുമ്പോഴാണ്. മറ്റത് പ്രതിരോധിക്കേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. RSSനെയും ഫാഷിസത്തെയും പ്രതിരോധിക്കണമെങ്കിലും പ്രതിരോധിക്കേണ്ടുന്ന ഒരു പ്രതിരോധത്തിന്റെ ശേഷി നമുക്കുണ്ടാകണം. അത് ചോർന്നലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തെയാണ് സോളിഡാരിറ്റി മൂവ്മെന്റ് ഇവിടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താനൂരുകാരന്, ചുള്ളിപ്പാറക്കാരന്, മലപ്പുറത്തുകാരന് ഫാഷിസത്തെ തടുക്കാനുള്ള ശേഷിയുണ്ട്. ഏത് ദുർബലനുമുണ്ട്, കാരണം അത് ചരിത്രം സാക്ഷിയാണ്. പക്ഷെ ഏത് ദുർബലനും ചോർന്നു പോകുന്നവൻ, ഏത് സമ്പന്നനും ചോർന്നുപോകൽ, ഏത് ശക്തനും പരാജയപ്പെടൽ, എത്ര തറവാട്ടിൽ പിറന്നവനും തോറ്റുപോകൽ, എത്ര വലിയ കുടുംബത്തിന്റെയും എത്ര വലിയ പിതാവിന്റെ മകനാണെങ്കിലും ലഹരി ബാധിച്ചാൽ, സംസ്കാരം ചോർന്നുപോയാൽ, ലൈംഗികത പിടികൂടിയാൽ, പിന്നെ അവൻ കയറുപൊട്ടിയ പട്ടം പോലെ അങ്ങ് ഉലഞ്ഞുപോയി അവസാനം ഭൂമുഖത്തേക്ക് കൂപ്പുകുത്തും എന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പമേ, പ്രിയപ്പെട്ട ജനങ്ങളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ കൽബിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹയാത്തിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലിബറലിസത്തെ തടുക്കാൻ കഴിയണം. എന്താണ് ഈ ലിബറലിസം? ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു ലിബറലിസം ഉണ്ടാവും, നമ്മളിവിടെ സിദ്ധാന്തങ്ങൾ സംസാരിക്കുന്ന ഒരു ലിബറലിസം ഉണ്ടാവും. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ കിടപ്പറയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ലിബറലിസത്തിന്റെ ഇസമായിട്ടല്ല, പ്രയോഗ രീതിയായിട്ടുള്ള നിങ്ങളുടെ മക്കളെ അല്ല, നിങ്ങളെ തന്നെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിബറൽ ജീവിതബോധമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തു മാറ്റി കളഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് പറയാൻ, റസൂലെ, എനിക്ക് ലൈംഗികതയിൽ ഏർപ്പെടാൻ തോന്നുന്നു, ഇന്ന ശൈത്താന അദുവ്വുൻ മുബീൻ, ഇന്ന ശൈത്താന യജ്രി മജ്റതം. അത് നിന്റെ തോന്നലല്ല സഹോദര, എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുമ്പോ
അങ്ങനെ തോന്നാൻ നീ നിൽക്കുന്നത് ആകാശത്തല്ല, നീ നിൽക്കുന്ന ഏതോ ഒരു മരുപ്പറമ്പിലല്ല. നിന്നെ സമൂഹം നിനക്ക് തോന്നിപ്പിക്കുന്നതാണ്, നീ ചുറ്റുപാടുകൾ നിനക്ക് തോന്നിപ്പിക്കുന്നതാണ്. ചുറ്റുപാടുകളും സമൂഹമില്ലെങ്കിലും നിന്റെ അകത്തുകൂടി വരാൻ ശേഷിയുള്ള ശൈത്താൻ നിന്നെ തോന്നിപ്പിക്കുന്നതാണ്. നമ്മളത് ആലോചിക്കേണ്ടതാണ്. പല ചെറുപ്പക്കാരോടും എന്നല്ല പലരോടും സംസാരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു ഉത്തരമുണ്ട്, എനിക്കിങ്ങനെ തോന്നുന്നു, ഞാനിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അങ്ങനെ നമുക്ക് സ്വതന്ത്രമായി തോന്നാൻ ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതക്കകത്ത് ഒരു സ്കോപ്പുമില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ശൈത്താന യജ്രി മജ്റദം, ശൈത്താൻ വരൽ നിന്റെ അകത്തുകൂടിയാണ്. ശൈത്താൻ വന്നിട്ട് നാളെ സുബഹിക്ക് എണീക്കാൻ സമയത്ത് എന്നോട് ശൈത്താൻ ഒരാളായിട്ട് വന്നിട്ട് പറയാൻ, വായിദേ നീ പള്ളി പോണ്ട, നീ ഇവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറയാൻ ഞാൻ എന്തായാലും പള്ളി പോകും. കാരണം ഒരാൾ വന്നാൽ അതിനെതിരെ നിൽക്കാൻ നമുക്ക് നമ്മുടെ ആന്തരികമായ ഒരു ചോദന ഉണരും. അതാണ് പലപ്പോഴും പല ആളുകളും സുബഹിക്ക് പള്ളി പോകാത്ത എനിക്ക് തോന്നാറുണ്ട്, അവരുടെ വാപ്പമാരവരെ വിളിക്കണോണ്ടാണ്. പോടാന്ന് പറയുമ്പോൾ പോകില്ല എന്നുള്ള ഒരു ബോധം ഉണരും. പക്ഷെ ശൈത്താൻ വരല് ഒരിക്കലും ഒരാളായിട്ടല്ല, നിന്റെ അകത്തുകൂടിയാൻ. ഇന്ന ശൈത്താന യജ്രി മജ്റദം, ശൈത്താൻ നിങ്ങളുടെ അകത്തുകൂടി കയറി വരും. അതാണ് ലിബറൽ ജീവിതബോധം. അതിനെ സൈദ്ധാന്തികവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനിത് വലിച്ചാൽ വലി മാത്രമല്ലല്ലോ, വലിയും കുടിയും കുത്തിവെപ്പും ഒട്ടിച്ചു വെക്കലും എല്ലാമായി മനുഷ്യന്റെ ജീവിതത്തെ സമൂലം തകർക്കുന്ന ലഹരിയുടെ വിപണനം നടന്നുകൊണ്ടിരിക്കാൻ. ലഹരി എന്ന് പറയുമ്പോൾ നേരത്തെ ബഹുമാന്യനായ സുഹൈബ് സാഹിബ് സംസാരിച്ചതുപോലെ അത് വലിക്കുന്നവന്റെയും കുടിക്കുന്നവനെയും മാത്രം ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇതൊരു വികസന പ്രശ്നം കൂടിയാണ്. സോളിഡാരിറ്റിയുടെ വേദിയിൽ നിൽക്കുമ്പോൾ അതുകൂടി പറയേണ്ടതാണ്. ഗവൺമെന്റുകളുടെ പ്രശ്നം തന്നെയാണ്. ആദ്യമായി അത് ഗവൺമെന്റുകളുടെ കൂടി പ്രശ്നമാണ്. ഞാൻ ആലോചിച്ച് നോക്കാൻ, ലഹരി ഏറ്റവും വ്യാപിക്കുന്ന പ്രദേശങ്ങളെ, ജനതകളെ നിങ്ങൾ എടുത്തു നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ലഹരിയിൽ പിടിക്കപ്പെടുന്ന അധിക പേരും പ്രദേശപരമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ്. മട്ടാഞ്ചേരി പോലെയുള്ള, കാനൂര് പോലെയുള്ള തീരദേശങ്ങളാണ്. അവിടെ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ ഒരു വികസന പ്രശ്നമുണ്ട്. അതിനഭിമുഖീകരിക്കാൻ ഭരണകൂടങ്ങൾ സന്നദ്ധമാകേണ്ടതാണ്. എന്താണ് അടിസ്ഥാനപരമായ വികസന പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലയിടത്തും വീടുകളില്ല, ഉള്ള വീടുകളിൽ തന്നെ സ്ഥല സൗകര്യങ്ങളില്ല. അതുകൊണ്ട് പലരും കിടന്നുറങ്ങുന്നത് തന്നെ ക്ലബുകളിലോ മറ്റ് സ്ഥലങ്ങളിലാണ്. അവിടെയാണെങ്കിൽ പലതരം തിന്മകൾക്കുള്ള സ്കോപ്പുകൾ വർദ്ധിക്കുകയാണ്. ആളുകൾക്ക് ജോലി കഴിഞ്ഞു വന്നാൽ കിടക്കാൻ, ഞാനിത് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്, ആളുകൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വീടുകൾ പ്രദാനം ചെയ്യുന്നില്ല. അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങളെ ഭരണകൂടം ഏറ്റെടുക്കുന്നില്ല. തീരുന്നുണ്ടോ? ഇല്ല. ലഹരിയിൽ പിടിക്കപ്പെടുന്നത് ആരാണ്? ഉപയോഗിക്കുന്നവൻ പിടിക്കപ്പെടുന്നു, ഇടനിലക്കാരൻ പിടിക്കപ്പെടുന്നു, ഭീമന്മാർ പിടിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കച്ചവടക്കാരും ഡീലർമാരും മന്ത്രിമാരും MLA-മാരുമായി വിലസുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് അതിന്റെ ഭീമന്മാർ എന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് ഈ താനൂരിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ പിടിക്കുമ്പോ, ഈ ലഹരിക്ക് അടിമപ്പെട്ടവരെ പിടിക്കുമ്പോ, ഭീമന്മാരെ പിടിക്കാൻ കൈനീളാത്ത ഒരു ഭരണകൂടത്തിന് ലഹരിയെ കുറിച്ച് സംസാരിക്കാൻ ശേഷിയോ ധാർമ്മികമായ അവകാശമോ ഇല്ല എന്ന അടിക്കുറിപ്പോടുകൂടിയേ ലഹരിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. വികസന പ്രശ്നം ഇവർ സമീപിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭരണ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നേതാക്കൾ കൊടുത്തയക്കുന്ന മദ്യത്തിന്റെ ഒഴുക്ക് നമുക്കെല്ലാം പകൽ പോലെ അറിയുന്നതാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം മനുഷ്യനെ കുറിച്ചുള്ള വിഭാവനയുടെ പ്രശ്നമാണ്. ഇവിടെ എന്താണ് പ്രശ്നം? മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ എന്താണ് പ്രശ്നം? മനുഷ്യനാരാണ് എന്ന ചോദ്യത്തിന്റെ പ്രശ്നമാണ്. ഹബീബുന സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിനെ ഓർമ്മിക്കുമ്പോൾ മൗലികമായ ചില പുനർവിചിന്തനങ്ങളിലേക്ക് തയ്യാറാകാതെ നമ്മുടെ ഒരു ഹുബ്ബുൻ നബി, ഹുബ്ബുർ റസൂൽ പൂർത്തിയാകില്ല. മനുഷ്യരാരാൻ? ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ്. അടിച്ച് കിറങ്ങി ബോധമറ്റ് വീഴേണ്ടവൻ അല്ല മനുഷ്യൻ. മനുഷ്യൻ അല്ലാഹു ആദരിച്ച സൃഷ്ടിയാണ്. മനുഷ്യൻ സ്വന്തം ശരീരം അല്ലാഹു ആദരിച്ചതാണ്. അതുകൊണ്ടാണ് ശരീഅത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം കൂടിയാണ്. എന്റെ ശരീരം എനിക്ക് തോന്നിയ പോലാകാമോ? പറ്റില്ല, ഹറാമാണ്. കാരണം അത് അല്ലാഹു ആദരിച്ചതാണ്. നിനക്ക്
നിന്റെ ശരീരത്തിന്റെ ഉത്തരവാദിത്വം പോലുമില്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ മനുഷ്യൻ ആരംഭിക്കുന്നത്? അവിടെയാണ് മൗലികമായി വ്യത്യാസപ്പെടുന്നത്. ആദിപിതാവായ ആദം അലൈഹിസ്സലാമിനോട് ആ കഥ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ രണ്ട് സംഗതികൾ മൗലികമായി നമ്മൾ ഓർക്കേണ്ടതാണ്. ഒന്ന് ഒന്നാമത് ആദം അലൈഹിസ്സലാമക്ക് ഇസ്മുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്, അസ്മാ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അല്ലമ ഇൽമു പ്രധാനമായി, അസ്മാ ലോഗോസ് ലിംഗ്വിസ്റ്റിക്സ് ഭാഷ പ്രധാനമായി. മനുഷ്യൻ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയൊരു സവിശേഷത ലാംഗ്വേജ് ആണ്, ഭാഷയാണ്. മനുഷ്യ സംസ്കൃതിയുടെ നാഗരികതയുടെ അടിത്തറ അല്ലമ ആദം അൽ-അസ്മാഅ കുല്ലഹ, ഭാഷ കൊടുത്തു എന്നുള്ളതാണ്. കമ്മ്യൂണിസം പറയുന്നത് മനുഷ്യന്റെ സംസ്കാരം ആരംഭിച്ചത് മനുഷ്യൻ കൈകൊണ്ട് തൊഴിൽ ചെയ്യാൻ സാധിച്ചപ്പോഴാണ് എന്നാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാറുള്ളത് അതാണ്. മനുഷ്യൻ ഭാഷ പഠിച്ചപ്പോഴാണ് സംസ്കാരം ഉണർന്നത്. കമ്മ്യൂണിസം പറയുന്നത് എന്താ? ആധുനിക സിദ്ധാന്തങ്ങൾ പറയുന്നത് മനുഷ്യൻ കൈകൊണ്ട് കൊത്തുപണിയെടുത്തപ്പോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പാറയിൽ കൊത്തിവരച്ചപ്പോ കൈകൊണ്ടുള്ള സാമഗ്രികൾ ഉണ്ടായപ്പോഴാണ് മനുഷ്യന്റെ സംസ്കാരം, മൊബിലിറ്റി ഉണ്ടായത് എന്നാണ്. അല്ല, ഇസ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ്. ഭാഷയാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത്. അതിലൂടെയാണ് മനുഷ്യന്റെ സാമൂഹികത സാധ്യമായത്. ഒരു കാലത്ത് നക്സലായിരുന്ന കമ്മ്യൂണിസത്തിന്റെ, മാർക്സിസത്തിന്റെ പിന്നെ ചിന്തകരുടെ വലിയ ആചാര്യനായിരുന്ന കെ വേണു ഈ അടുത്തെഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യൻ കൈകൊണ്ടുള്ള ക്രിയാത്മകത ഉണ്ടായപ്പോഴാണ് മനുഷ്യന്റെ സിവിലൈസേഷൻ ഉണ്ടായത്. അല്ല, ലാംഗ്വേജ്, ഭാഷ സംസാരിക്കുമ്പോഴാണ് മനുഷ്യന്റെ സ്വയം തന്നെ രൂപപ്പെടുന്നത്. അതിലൂടെയാണ് സാമൂഹികത രൂപപ്പെടുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. പിന്നെ ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് മലായികത്ത് ചോദിക്കുമ്പോ നിങ്ങൾക്കതിനെ കുറിച്ച് ഇൽമില്ല, എനിക്കതിനെ കുറിച്ച് ഇൽമുണ്ട്. അസ്മാകളെ കുറിച്ചുള്ള ഇൽമ് ആദം അലൈഹിസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇൽമാണ്, ഭാഷയാണ്. ഭാഷയും അറിവും കൊടുത്തു എന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു ചെയ്യുന്ന ഏറ്റവും പരമപ്രധാനമായ നിഅമത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു സംഗതിയുണ്ട്, ആദം അലൈഹിസ്സലാമയോട് അല്ലാഹു പറയാൻ, ഭാഷ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആദം അലൈഹിസ്സലാമയോട് പറയുന്നു, നീ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുക, എല്ലാം ഹലാലാണ്. പക്ഷെ ഈ മരത്തോട് നീ എടുക്കരുത്. എന്തുകൊണ്ട് ഈ മരത്തോട് എടുക്കരുത്? അതാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. അതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. എന്തിനാണ് ആദം അലൈഹിസ്സലാമയുടെ കഥ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, അത് മനുഷ്യ സംസ്കാരത്തിന്റെ ആദ്യം ഭാഷയെ സ്ഥാപിച്ചു, രണ്ടാമതായി ധാർമ്മികതയെ സ്ഥാപിച്ചു. അതാണ് അതാണ് എന്റെ നിയോഗ ലക്ഷ്യം തന്നെ സംസ്കാരത്തെ, സദാചാരത്തെ, നാഗരികതയെ, സ്വഭാവത്തെ പൂർത്തീകരിക്കലാണ്. അത് തകരുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം തന്നെ തകരും. അത് തകരുമ്പോൾ മനുഷ്യന്റെ എല്ലാ അടിത്തറകളും തകരും. ഈ മരം നിങ്ങൾ അടുക്കാൻ പാടില്ല. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരല്ലേ? പല സംഘടനകളും വിളിക്കുന്ന മുദ്രാവാക്യം തന്നെ സ്വാതന്ത്ര്യമെന്നാണ്. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതാണ്, പ്രാപഞ്ചികമായി അങ്ങനെ ഒരു സ്വാതന്ത്ര്യം സാധ്യമാണോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം സാധ്യമാണെന്ന് നമ്മൾ സമ്മതിക്കാം. പക്ഷെ പിന്നീട് ഒരിക്കലും താനൂര ഖബർസ്ഥാനിൽ ഒരു മാസം, ഒരു വർഷം ലീവ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കോ? മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാണെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ മരണപ്പെടുന്നു? പ്രാപഞ്ചികമായി ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം സംഭവിക്കേണ്ടത് മനുഷ്യൻ മരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എല്ലാ മനുഷ്യനും മരണത്തിന്റെ രുചി അറിയും. കോവിഡ് വന്നപ്പോൾ ഓഫീസ് അടച്ചു, സ്കൂൾ അടച്ചു,
ജോലി അടച്ചു, ഖബർസ്ഥാൻ അടക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? കോവിഡ് വന്നപ്പോ കല്യാണം നടത്താൻ പോലും പറ്റാതെയായി. പിന്നെ പലർക്കും പലതരത്തിലുള്ള രോഗം പിടിപ്പെട്ടു. ഖബർസ്ഥാൻ പോലും ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? മനുഷ്യൻ അങ്ങനെ പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? എല്ലാ സിദ്ധാന്തങ്ങൾക്കും എല്ലാ നാഗരികതകൾക്കും സ്വപ്നം കാണാൻ കഴിയുക ഖബർസ്ഥാൻ വരെയാണ്, ചിത വരെയാണ്, അത് മരണം വരെയാണ്. അതിനപ്പുറം സംസാരിക്കാൻ ലോകത്തേതെങ്കിലും ഒരു ദർശനത്തിന് സമഗ്രമായി ശേഷിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് സാധിക്കുക പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനാണ്. അതാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ലഹരിയുടെ ലൈംഗികതയുടെ പിന്നാലെ പോകുന്നവർ അവർ മനിത്തഹദ ഇലാഹഹു ഹവ, അവർ ഹവയെ ഇലാഹാക്കുകയാണ്. സിദ്ധാന്തമൊക്കെ പിന്നീട് വരുന്നതാണ്. ഏത് സിദ്ധാന്തം? ഞാൻ ചോദിക്കട്ടെ, ഈ ലിബറലിസം എന്ന് പറയുന്ന സിദ്ധാന്തം ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതാരാ? നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളാ. ഞാൻ ചോദിക്കട്ടെ, ലിബറലിസം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തിന് തന്നെ എതിരെ. നിങ്ങൾ മാർക്സിനെ വിളിക്ക്, എംഗൽസിനെ വിളിക്ക്, നിങ്ങൾ നിയോ മാർക്സിസ്റ്റുകളായ അൽത്തൂസറെ വിളിക്ക്, അതുപോലെ തന്നെയുള്ള ചിന്തകരെ വിളിക്ക്, ഗ്രാംഷിയെ വിളിക്ക്. നിങ്ങൾക്ക് ലിബറലിസത്തോട് ചേർന്ന് പോകാൻ കഴിയുമോ? ലിബറലിസം അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തിനെതിരാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ലിബറലിസത്തിന്റെ ഹോൾസെയിൽ ഏജന്റുമാരായി കമ്മ്യൂണിസം വന്നത്? അവിടെയാണ് പ്രശ്നത്തിന്റെ മർമ്മം കിടക്കുന്നത്. ഞാൻ പറയുക, എല്ലാവരും ഇന്നൊരു നിയോ ലിബറൽ എക്കോണമിയുടെ അടിമകളാണ്. നിയോ ലിബറൽ എക്കോണമിയുടെ അടിമകളാണ്. ഞാൻ ചോദിക്കട്ടെ, മാർക്സ് പറഞ്ഞത് എന്താ? കാൾ മാർക്സ് പറഞ്ഞത് മനുഷ്യൻ വർഗപരിണാമത്തിന്റെ ആ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഇടയിൽ പെടുന്നയാളാണ്. ഈ ആദ്യത്തെ ഓരോ വർഗപരമായ പരിണാമത്തിൽ മനുഷ്യന് സ്വതന്ത്രമായ മറ്റൊന്നാവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ മാർക്സിന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരിപൂർണമായി പറയാൻ സാധ്യമാണോ? നിങ്ങൾ പറയാ, ക്യാപിറ്റലിസത്തിന് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ സാധ്യമാണോ? സാധ്യമല്ല. എന്തുകൊണ്ട്? ക്യാപിറ്റലിസത്തിന്റെ മാർക്കറ്റ് പ്രധാനമായ ലോകത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എന്താണ് ഈ സ്വാതന്ത്ര്യം? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല. പ്രാപഞ്ചികമായി മനുഷ്യൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു അടിമത്തത്തിൽ നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ആ അടിമത്തം അല്ലാഹുവിന് കൊടുക്കുക എന്നതാണ് വിമോചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യം പരിപൂർണമായ അർത്ഥത്തിൽ സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞു ലഹരിയുടെ കൂത്തരങ്ങൾ ക്യാമ്പസുകളിൽ നിങ്ങൾ ചെന്ന് നോക്ക്, തെരുവുകളിൽ നിങ്ങൾ ചെന്ന് നോക്ക്. ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് അവർക്ക് കുത്തിവെക്കാനുള്ള ലഹരി ലഭ്യമാണ്, അവർക്ക് കുടിക്കാനുള്ള ലഹരി ലഭ്യമാണ്, നമുക്കൊന്നും കാണാത്ത വിധം ഒട്ടിച്ചു വെക്കാനുള്ള ലഹരി ലഭ്യമാണ്. എന്നിട്ട് ഈ ലഹരി മുഴുവൻ മാർക്കറ്റിൽ ലഭ്യമാണ്, ഇതിന്റെ ഏജന്റുമാർ ലഭ്യമാണ്. എന്നിട്ടൊരു ഗവൺമെന്റ് പറയാൻ നിങ്ങൾ ഉണരണം. എങ്ങോട്ടാണ് ഉണരേണ്ടത്? ഇത് മനുഷ്യന്റെ സങ്കല്പത്തിലെ പ്രശ്നമാണ്. അതിനെ തിരുത്താൻ ഈ പൊതുസമൂഹവും പൊതുജനങ്ങളും സന്നദ്ധമാകാതെ നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ള മൗലികമായ ചില പുനർവചിന്തനങ്ങളിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പമേ നമ്മൾ കടക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, ദുനിയാവിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തെ പുനർവിചിന്തനം നടത്തേണ്ടതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിബറലിസം എന്ന് പറഞ്ഞാൽ അത് വരുന്നത് ഒരു സിദ്ധാന്തമായിട്ടല്ല, സംസ്കാരമായിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയാണത് ഒരു സംസ്കാരമായിട്ട് വരിക? അവിടെ ഒരു മീഡിയ തിയറിസ്റ്റായ മാർഷൽ മക്ലൂഹൻ എന്ന ഒരു ചിന്തകരെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാർഷൽ മക്ലൂഹൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, മീഡിയം ഈസ് ദ മെസ്സേജ്. എന്താണ് മീഡിയം ഈസ് ദ മെസ്സേജ്? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ടെലിവിഷൻ വളരെ വ്യാപകമായി.
ടെലിവിഷന്റെ മുമ്പ് ആദ്യ രൂപത്തിൽ ചെറിയ ടി വി, വളരെ കളർ ടി വി വരുന്നതിന് മുമ്പുള്ള ടി വി, അതൊക്കെ നമ്മൾ ഒരു ഏരിയയിൽ വെച്ച് അതിന്റെ റേഞ്ച് അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ടെലിവിഷനുകൾ ഇതെല്ലാം ഉണ്ടായി. അത് കഴിഞ്ഞ് ടി വി സാർവത്രികമായി. ഇപ്പൊ ആരും ടി വി കാണാറില്ല, എല്ലാവരും മൊബൈൽ ഫോണിലാണ്. എന്ന് മാത്രമല്ല, കുറച്ചൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന അധികം ആളുകളും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ പുതിയ തലമുറയോട് ചോദിച്ചു നോക്കും, അവരിൽ പലരും ഫേസ്ബുക്കിലില്ല, അവർ പലരും ഇൻസ്റ്റഗ്രാമിലാണ്. അതെന്താണെന്ന് ഉപ്പാർക്കും അറിയില്ല, അധ്യാപകർക്കും അറിയില്ല, അതിന്റെ ലോജിക്കും അവർക്ക് പിടികിട്ടുന്നില്ല. എന്ന് വെച്ചാൽ മീഡിയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ മീഡിയം മാത്രമാണോ മാറുന്നത്? അല്ല, മെസ്സേജ് കൂടിയാണ് മാറുന്നത്. എന്താണ് ഈ മെസ്സേജ് മാറുക എന്നതിന്റെ അർത്ഥം? ആദ്യം ടി വി ആയ കാലത്ത് നമുക്കത് വെക്കാൻ കഴിയുക വീടിന്റെ ഡൈനിങ് ഹാളിലാണ്. ഡൈനിങ് ഹാളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വീട്ടിലെല്ലാവർക്കും കാണാവുന്നത് അതിൽ കാണിക്കാൻ പറ്റും. അന്ന് നമ്മൾ കുക്കറി ഷോ കാണും, പിന്നെ വാർത്ത കാണും, ഫാമിലി പ്രോഗ്രാമുകൾ കാണും, എല്ലാം കാണും. പക്ഷെ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതായി, ഇന്ന് മീഡിയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പുതപ്പിനടിയിലേക്ക് കൊണ്ടുപോകാം, വീടിന്റെ ഡൈനിങ് ഹാളിലല്ല. ഈ മൊബൈൽ എന്ന് പറയുന്ന സംഗതി അത് നമുക്ക് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോകാം, നമ്മുടെ ബെഡിന്റെ അകത്തേക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ ഒരു കാലത്ത് ടി വികളിൽ ഏറ്റവും കൂടുതൽ വിപണനമുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് ഫാമിലി പ്രോഗ്രാമുകളും വാർത്താ പ്രോഗ്രാമുകളുമാണെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂ മീഡിയയിൽ വിറ്റഴിക്കപ്പെടുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്, അശ്ലീലതയാണ്, വയലൻസ് ആണ്, അത് ലഹരിയാൽ പ്രചോദിതമായത്. അവിടെയാണ് ഞാൻ പറയുന്നത് ലിബറലിസം സിദ്ധാന്തമായിട്ടല്ല വരുന്നത്. നിങ്ങൾ കാണുന്നതിലൂടെ, നിങ്ങൾ കേൾക്കുന്നതിലൂടെ, പറയുന്നതിലൂടെ, ഇരിക്കുന്നതിലൂടെ, സഹവാസങ്ങളിലൂടെ, നമ്മുടെ സാമീപ്യങ്ങളിലൂടെ ലിബറൽ ജീവിതബോധം നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇതിനെ മറികടക്കാൻ ഞാൻ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മൾ മരണബോധത്തെ ഉയർത്തുക എന്നത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തെ ലിബറൽ ജീവിതബോധത്തെ പറിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ ഏറ്റവും വലിയ വഴി എന്ന് ഞാൻ പറയും. കാരണം എന്താണ്? ആധുനികതയുടെ ഒരു കാരണം എന്താണ്? ആധുനികതയുടെ പണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ കിട്ടുന്ന സാധനത്തെ നമ്മൾ ചരക്ക് എന്ന് വിളിക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന മൂല്യം വില എന്ന് നമ്മൾ പറയും. അതിലൂടെ അയാൾക്ക് കിട്ടുന്ന ലാഭത്തെ ലാഭമെന്നും വിളിക്കും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ചരക്കുകളാണ്. എങ്ങനെ നമ്മളെല്ലാവരും ചരക്കുകളാവുന്നു? നമ്മൾ ഓരോ സമയവും അൽഗോരിതം വഴി നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ നമ്മൾ ഓരോ പരസ്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചയടക്കം വിറ്റുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ടേസ്റ്റ് അടക്കം വിറ്റുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അഭിരുചി അടക്കം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ലിബറൽ കമ്പോളത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. അവിടെയാണ് ഇതിൽ നിന്ന് ആർക്കും വിട്ടുനിൽക്കാൻ കഴിയാത്ത വിധം ഇതൊരു മഹാവലയമായി
രൂപപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. സാധാരണഗതിയിൽ മക്കള് ലഹരിക്കടിമപ്പെട്ട വാർത്ത വന്നാൽ എല്ലാവരും ആ വീട്ടുകാരെ കുറ്റപ്പെടുത്താറുണ്ട്. എന്റെ നാട്ടിലും പല നാട്ടിലും ഞാൻ അനുഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ അതും സാധ്യമല്ല. കാരണം എല്ലാവരും നിങ്ങളുടെ പരിധിയിലാണ് നിങ്ങളുടെ മക്കൾ എന്ന് വിചാരിക്കേണ്ടതില്ല. അവർ കമ്പോളത്തിന്റെ പരിധിയിലാണ്, മാർക്കറ്റിന്റെ പരിധിയിലാണ്. നമ്മുടെ കയ്യിലല്ല, നമ്മുടെ ടേസ്റ്റ് പോലും മാർക്കറ്റിന്റെ പരിധിയിലാണ്. എന്ന് വെച്ചാൽ ദുനിയാവിന്റെ പളവളപ്പ് സർവം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രക്ഷപ്പെടാൻ, ഇവിടെ നമുക്ക് ഈ കമ്പോളത്തിന്റെ മായിക പ്രപഞ്ചത്തെ മറികടക്കാൻ ഒരേ ഒരു വഴി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരണഭയത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക്, ലൈംഗികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്കൊരിക്കലും പിടികിട്ടാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തടിച്ചാലും, നിങ്ങൾ എത്ര സ്ത്രീകളോട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടാലും അതിന്റെ സുഖം, അതിന്റെ സന്തോഷം പരമാവധി അതൊരു 15 ദിവസത്തേക്ക് മാക്സിമം കൂട്ടിയാലും അതിനപ്പുറം കടക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? അത് അള്ളാഹു ദുനിയാവിന് കൊടുത്ത പ്രകൃതമാണ്. ഒരു സന്തോഷവും അത് ആത്യന്തികമായി നിലനിൽക്കാൻ ഒരു സന്തോഷത്തിനും സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള പ്രചോദനം എന്ന് ചോദിച്ചാൽ, ഖാലിദീന ഫീഹാ എന്ന് പഠിപ്പിച്ച സ്വർഗ നരകങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിലാണ് നമ്മുടെ രക്ഷയെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിലാണ് നമ്മുടെ വിമോചനത്തെ നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരേ സമയം ലഹരിക്കെതിരെ, ലിബറലിസത്തിനെതിരെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തണം. അതേസമയം ജീവിതത്തിലൂടെ നമ്മൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ആളായിരുന്നു അലക്സാണ്ടർ. ഒരു കാലത്ത് ഒരുപാട് നാഗരികതകളെ അടക്കി ഭരിച്ച അലക്സാണ്ടർ, ഒരുപാട് നാടുകളെ പിടിച്ചുകൊല്ലിക്കിയ അലക്സാണ്ടർ. അവസാനം അലക്സാണ്ടർ പറഞ്ഞതെന്താ? അലക്സാണ്ടർ പറഞ്ഞത്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയെ ഒന്ന് കാണണമെന്നാണ്. കിട്ടാവുന്ന എല്ലാ വൈദ്യന്മാരെയും അലക്സാണ്ടർ വരുത്തി, കിട്ടാവുന്ന എല്ലാ ഡോക്ടർമാരെയും അലക്സാണ്ടർ വരുത്തി. പക്ഷേ അലക്സാണ്ടറിന് സ്വന്തം അമ്മയെ കാണാൻ അവസാനം കഴിയുന്നില്ല. ആർക്ക് കഴിയുന്നില്ല? ലോകത്ത് ഒരുപാട് നാടുകൾ ഭരിച്ച അലക്സാണ്ടർ. അവസാനം അലക്സാണ്ടർ പറഞ്ഞത് എന്താ? അലക്സാണ്ടർ പറഞ്ഞത്, എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ നിങ്ങൾ എന്റെ കൈകൾ ഇരുവശങ്ങളിലേക്കായിട്ട് തൂക്കിയിടണം. എന്തിനാണ് അലക്സാണ്ടർ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ ദുനിയാവിന്ന് പോകുമ്പോ ആളുകൾ അറിയട്ടെ എന്റെ കൈകൾ ശൂന്യമായി പോയെന്ന്, ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് ജനങ്ങൾ അറിയട്ടെ എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന ലിബറൽ ജീവിതബോധം എല്ലാവരെയും പിടികൂടി എന്നതിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. യാഥാർത്ഥ്യം എന്താ? ദുനിയാവെന്താ? ലൈബാണ്, കളിയാണ്, തമാശയാണ്, അലങ്കാരമാണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തിൽ അലങ്കരിച്ചതാണ്. അത് ജമീലെന്നല്ല, അലങ്കാരം മാത്രമാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അടുക്കുന്നതോറും അതിന്റെ വലയത്തിൽ നമ്മൾ പെടും. കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം തീരും. അലങ്കാരങ്ങളുടെ പ്രത്യേകതയും അലങ്കാരവും സൗന്ദര്യവും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. സൗന്ദര്യം അടിസ്ഥാനപരമായി അതിനൊരു പ്രകൃതമുണ്ട്. അലങ്കാരം അടിസ്ഥാനപരമായി കബളിപ്പിക്കലാണ്. കബളിപ്പിക്കുന്നതാണ്. ലഹരി എങ്ങനെയാണ്? ലൈംഗികത എങ്ങനെയാണ്? അവയെ ആഗോളമായി വിറ്റഴിക്കുന്ന ക്യാപിറ്റലിസവും അങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ സീനത്തിനെ, അലങ്കാരത്തെ തിരിച്ചറിയുന്ന ധാർമ്മിക ബോധത്തെ നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് മൗലികമായ ചോദ്യം. സിദ്ധാന്തങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ, ആ സിദ്ധാന്തങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധ ദീനിന്റെ 7 അയലത്തെത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പ് ഞാൻ പറയും. കാരണം ആ സിദ്ധാന്തങ്ങൾ ആന്തരികമായി
വൈരുദ്ധ്യമുള്ളതും ദുർബലവുമായി. ഏത് സിദ്ധാന്തത്തെയും എടുത്തു, ലിബറലിസം ഈ കേരളത്തിന്റെ ചുമരുകളിലും തെരുവിലുമൊക്കെയാണ് ആളുകൾ എല്ലാം സ്വതന്ത്രമാകും എന്ന് എഴുതി വെക്കുന്നത്. ലോകത്ത് തന്നെ ആ സിദ്ധാന്തം അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് എടുത്തു വെച്ചിട്ട് കാലം കുറയായി. മനുഷ്യരങ്ങനെ പൂർണ്ണമായി സ്വതന്ത്രനാകാൻ കഴിയില്ല എന്നാണ് ലോകത്തെ സമകാലിക തത്വചിന്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന കേരളത്തിലെ ക്യാമ്പസുകളിലെ ചില എഴുത്തുകളും കുത്തുകളൊക്കെ ഉണ്ട്. കേരളത്തിലെ ചില മീഡിയകളിലെ ചില ഇടതുപക്ഷ സൈദ്ധാന്തികരൊക്കെ എഴുതുന്ന പറയുന്ന മനുഷ്യ സ്വാതന്ത്ര്യം അത് ലോകത്ത് സാധ്യമല്ല. അതിന്റെ സൈദ്ധാന്തിക വശം പരിശുദ്ധ ദീനെന്ന മഹാ യാഥാർത്ഥ്യം നമ്മുടെ കയ്യിലുള്ളിടത്തോളം നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികതയെ തകർക്കുന്ന നമ്മൾ അറിയാത്ത മാർഗങ്ങളെ നമ്മൾ ഭയപ്പെടണം. അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അറിയണം, നമ്മുടെ ഇഹവും പരവും അത് കാർന്നു തിന്നു കളയും. അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ ജന്നത്തും ജഹന്നമും അത് നിർണയിച്ചു കളയും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ദുനിയാവ് എന്താണ്? ദുനിയാവ് കളിയാണ്, തമാശയാണ്, വഞ്ചിപ്പിക്കുന്ന ചരക്കാൻ. ഏതുപോലെ ഒരു മഴ പെയ്യുമ്പോ ആ മഴയിൽ നിന്ന് ഭൂമിയിൽ ഉണരുന്ന പൊട്ടിമുളക്കുന്ന സസ്യങ്ങളെ, ചെടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സസ്യങ്ങള് കുറച്ചു കഴിഞ്ഞാൽ ഉണങ്ങും, നിറം മാറും, അത് പിന്നെ കേവലമായ ചെണ്ടികളായിട്ട് മാറും. ഒരു കാറ്റ് അതിനെ പറത്തിക്കളയും. പരിശുദ്ധ ഖുർആനിന്റെ ഈ നിർവചനത്തോളം നമുക്ക് ദുനിയാവിനെ നിർവചിക്കാൻ മറ്റൊരു വാക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലഹരിയുടെയും ലൈംഗികതയുടെയും ആഭാസത്തിന്റെയും അധാർമികതയുടെയും ദുരാചാരങ്ങളുടെയും ഗതി എന്താണ്? അത് ഒരു മഴ പോലെ വരുന്നു. ഒരു ദിവസം നമ്മൾ കാണുന്ന ചെറുപ്പക്കാരൻ, ഒരു ദിവസം നമ്മൾ കാണുന്ന മധ്യവയസ്കരാകട്ടെ ആരാകട്ടെ, ഒരു ദിവസം നമ്മൾ അവരെ കാണുന്നു, അവർ പുഷ്ടിയുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്. പിറ്റേന്ന് നമ്മൾ അവരെ കാണുന്നു, അവരുടെ സൗന്ദര്യം കുറയുന്നു, അവരുടെ ശാരീരിക ക്ഷമത കുറയുന്നു. പിറ്റേന്ന് നമ്മൾ അവരെ കാണുന്നു, രോഗികളാകുന്നു. പിറ്റേന്ന് നമ്മൾ അവരെ കാണുന്നു, അവർ നിത്യരോഗത്തിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ അവരെ കാണുന്നു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒഴുകുന്ന കാറ്റിലെ ചണ്ടികളെ പോലെ അവർ ഒഴുകി പോവുകയാണ്. ഇതാണ് ദുനിയാവ് നൽകുന്ന നമുക്കുള്ള സമ്മാനം എന്ന് പറയുന്നത്. ഖലീജ ഐസക് പ്രബോധിച്ച് പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ ധാരാളിത്തത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ആധിക്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം? നിങ്ങളെ വഞ്ചിപ്പിക്കൽ, നിങ്ങളുടെ ദാരിദ്ര്യം എന്നതിനേക്കാൾ, ഇല്ലായ്മ എന്നതിനേക്കാൾ നിങ്ങളുടെ ധാരാളിത്തം, ആധിക്യം നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന, നിങ്ങളെ മോഹിപ്പിക്കുന്ന, നിങ്ങൾ അവസാനം കരയിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റാൻ അതിന് കഴിയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ചെറുപ്പമേ, സമുദായമേ, നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ നഫ്സിനെ തകർക്കുന്ന ജാഹിലിയത്തിനെയും ശൈത്താനിയത്തിനെയുമാണ്. ആദം അലൈഹിസ്സലാമയോട് വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞ അല്ലാഹു ആദം അലൈഹിസ്സലാമയോട് പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ശൈത്താന്റെ വഴിപിഴപ്പുകൾക്ക് നിങ്ങൾ പാത്രമായി കഴിഞ്ഞാൽ നിങ്ങൾ വാലിബുകളാകുമെന്ന്. ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ മുൻപ് പ്രവർത്തിച്ചവരാകും. ആരോട് മുൻപ്? നിങ്ങളോട് തന്നെ മുൻപ് പ്രവർത്തിച്ചവരാകും. വാലിബുകൾക്ക് ഭൂമുഖത്ത് സ്ഥാനരഹിതരാകും. അവർ ഭൂമിയിൽ ചപ്പുചവറുകളെ പോലെ അവർ ഒഴുകി നടക്കും. ഭൂമിയിൽ അവർക്ക് വിലയില്ലാതിരിക്കും. അവർക്ക് ശരീരത്തിന്റെ, മനസ്സിന്റെ, ജീവിതത്തിന്റെ വിലയറിയാതെ പെട്ടുയരുന്നവരായി, ഉയർന്നവരായി മാറുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണേണ്ടി വരും. അതാണ് ക്യാപിറ്റലിസത്തിന്റെ കമ്പോളത്തിന്റെ സാധ്യതകൾ മനുഷ്യ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ലഹരിയാകട്ടെ, ലൈംഗികതയാകട്ടെ, അധാർമികതകളാകട്ടെ, ഒന്നും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ചേർന്നവയല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ സ്വാതന്ത്ര്യമാണ്, മാർക്കറ്റിന്റെ അടിമത്തമാണ് എന്നാണ് ലിബറലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലഹരി ഉപയോഗിക്കുന്നതിന് മനുഷ്യന്റെ സ്വന്തം ഇഷ്ടവും അവന്റെ സ്വന്തം തീരുമാനവുമായി പറയുന്നവർ
എന്തുകൊണ്ട് പറയുന്നില്ല? ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കമ്പോള സാധ്യതയുള്ളത് മെഡിക്കൽ ഫീൽഡിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ലഹരിയടക്കം വിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭമുള്ള കച്ചവടം നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പമേ, നീ നിന്റെ ജീവിതം വിറ്റുകൊടുക്കുന്നത് ആഗോള കമ്പോളത്തിന്റെ ലാഭത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ തീറെഴുതി കൊടുക്കുകയാണ്. സ്വന്തം ജീവിതത്തെ ലഹരിക്ക് വേണ്ടി, മദ്യത്തിന് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടി നമുക്ക് പേരറിയാത്ത മനുഷ്യൻ അവന്റെ അബോധതലത്തിലേക്ക് കയറ്റിവിടുന്ന എല്ലാതരം ലഹരിക്കും അടിമപ്പെടുന്നവരോട് അവന്റെ സിദ്ധാന്ത പുസ്തകങ്ങളോ അവന്റെ മോഹിപ്പിക്കുന്ന വാചകങ്ങളോ അല്ല ഞങ്ങൾക്ക് അവരോട് പറയാറുള്ളത്. നിങ്ങൾ ആഗോള കമ്പോളത്തിന്റെ, ചരക്കിന്റെ, ദുനിയാവിന്റെ മോഹിപ്പിക്കുന്ന വലയത്തിന്റെ, ആത്യന്തികമായി ശൈത്താനീയത്തിന്റെ മോഹവലയത്തിലേക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടുകൊണ്ടിരിക്കുമ്പോ, വീണുകൊണ്ടിരിക്കുമ്പോ ഒരു പിടി തരാൻ, ഒരു കൈ തരാൻ, അതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടു കൂട്ടരെ ഈ ക്യാമ്പയിനിൽ അഭിമുഖീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഇവിടുത്തെ ഭരണകൂടത്തെയാണ്, ഒന്ന് ഇവിടുത്തെ മാർക്കറ്റിനെയാണ്. ആ ഭരണകൂടവും മാർക്കറ്റും കൂടി ചേർന്നതുകൊണ്ട് നടത്തുന്ന മഹാകച്ചവടത്തെയാണ്. രണ്ട്, പ്രിയപ്പെട്ട ചെറുപ്പമേ, പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളെയാണ്, നമ്മുടെ ജീവിതത്തെയാണ്, നമ്മുടെ മക്കളെയാണ്. ഈ രണ്ടു കൂട്ടരെയും ഈ ക്യാമ്പയിൻ അഭിമുഖീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ക്യാപിറ്റലിസവും ഭരണകൂടവും ചേർന്ന് നടത്തുന്ന കൂട്ടുകച്ചവടത്തിൽ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ നമ്മൾ വഴിയാധാരമാക്കി കൊടുക്കാൻ പാടില്ല. ഭരണകൂടവും ക്യാപിറ്റലിസവും ചേർന്ന് നടത്തുന്ന കൂട്ടുകച്ചവടത്തിൽ പ്രിയപ്പെട്ട ചെറുപ്പമേ, നിന്റെ ജീവിതത്തിലേക്ക്, ആ ജീവിതത്തിന്റെ മൈതാനിയിലേക്ക് വന്നുകൊണ്ടാവരുത് ഭരണകൂടവും ക്യാപിറ്റലിസവും നിന്റെ ജീവിതം കാർന്നു നിന്നുകൊണ്ടുള്ള ലാഭം കൊണ്ട് കഴിയുന്നവനല്ല എന്ന് പറയാനുള്ള ആർജവം പ്രിയപ്പെട്ട ചെറുപ്പമേ നിങ്ങൾ കാണിക്കേണ്ടതാണ്. നീ വലിക്കുമ്പോ, കുടിക്കുമ്പോ, നീ ഈ ലഹരി പ്രയോഗിക്കുമ്പോ ആഗോള ക്യാപിറ്റലിസം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ വലിക്കുമ്പോ, പിടിക്കുമ്പോ നിന്റെ ഉപ്പയല്ല, ഉമ്മയല്ല, നിന്റെ നാടല്ല, നാട് മാത്രമല്ല നശിക്കുന്നത്, ഒരു സമുദായം തന്നെ നശിക്കുകയാണെന്ന ബോധമണ്ഡലം കൂടി നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. കാരണം എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തിന്മയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്, ഒരു ചാക്കിൽ നമ്മളൊരു ഒരുപാട് ആപ്പിളുകളുടെ കൂടെ ഒരു ചീഞ്ഞാപ്പിൾ വെക്കുന്ന പോലെയാണ്. അതെല്ലാം നശിപ്പിക്കും. അതെല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അതിന്റെ വൈറസിനെ പടർത്തിവിടും. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അങ്ങാടിയിൽ അധിക സമയം നിൽക്കരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അനാവശ്യ സംസാരം നടക്കുന്നിടത്ത് അധികം നിൽക്കരുത്. കാരണം എന്താണ്? ഇതൊരു വൈറസാണ്. വൈറസ് എന്ന് പറഞ്ഞാൽ അധാർമികതയുടെ ദുരാചാരമാണ് ഏറ്റവും വലിയ വൈറസ്. കാരണം എന്താണ്? അത് നമ്മുടെ നഫ്സിനെ തകർക്കുന്നതാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണോ പ്രിയപ്പെട്ട ചെറുപ്പമേ? ഈ ഭരണകൂടവും ക്യാപിറ്റലിസവും നടത്തുന്ന കൂട്ടുകച്ചവടത്തോട് രാജി പറയാനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കേണ്ടതാണ്. അതിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അവിടെ നമ്മൾ ദീനുൽ ഇസ്ലാമിനെ റീവിസിറ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ദീനുൽ ഇസ്ലാമിനെ റീവിസിറ്റ് ചെയ്യേണ്ടത്? അവിടെ കൂടി ലിബറലിസം ഒരു ശത്രുവായി വരും. അതെങ്ങനെയാ പ്രിയമുള്ളവരെ? പലരും പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും പറയാറുള്ളത്, ഞാന് നിസ്കരിക്കാറില്ല എന്നൊക്കെ ഉള്ളൂ, പക്ഷേ എന്റെ ഉള്ളിൽ പടച്ചോരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ സ്ത്രീകളെ തൊടാറുണ്ട്, സ്ത്രീകളുടെ കൂടെ ഒക്കെ നടക്കാറുണ്ട് എന്നേ ഉള്ളൂ, എന്റെ ഉള്ളിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇടക്കൊന്നും ഉപയോഗിക്കും, ഇടക്കൊന്നും ഉപയോഗിക്കൂല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പോരാ, അതല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സവിശേഷത പ്രിയപ്പെട്ടവരെ എഴുതി വെച്ചോളൂ, അത് നഫ്സിനെ നഫ്സായിട്ട് കാണുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നഫ്സിനെ നഫ്സായിട്ട് കാണുക? അത് റൂഹും ജിസ്മും ഒന്നാണ്, ശരീരം പ്രധാനമാണ്. നിന്റെ ഉള്ളിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. 5 വഖ്ത് നീ പള്ളിയിൽ വന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്നുള്ളതാണ്. ശരീരം അതിന്റെ ഭാഗമാകണം എന്നുള്ളതാണ്. എന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ട ചെറുപ്പമേ. അത് നീ ആ സ്ഥലത്ത് നിന്ന് വിട്ടുനിൽക്കുക എന്ന നിന്റെ ശരീരത്തെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്റെ ഉള്ളിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധ ദീൻ വിഭാവനം ചെയ്യുന്ന ഒരു സ്പെഷ്യലായ സെഗ്രിഗേഷൻ ഉണ്ട്. അത് സ്ത്രീകളോട്, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷനോട് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. ശരീരം ഭാഗമാണ്, ശരീരമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, മൗലാന മൗദൂദി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരു സംസ്കാരത്തിന് 5 ആധാരങ്ങളുണ്ട്. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല.
അതിലൊന്ന് തർബീയയാണ്, വ്യക്തിശിക്ഷണമാണ്. എന്താണ് വ്യക്തിശിക്ഷണം? നമ്മളത് മനസ്സിലാക്കേണ്ടത്. തർബീയ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ടതില്ല അത് മദ്രസയിലെ ഉസ്താദും പള്ളിയിലെ മൂല്യരും മാത്രം ചെയ്യുന്ന ഒരു പണിയല്ല. വ്യക്തിശിക്ഷണം എല്ലാവരും ചെയ്യും. എന്തുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി സ്കൂളിലൂടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്? അത് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന ഒരു മനുഷ്യ സങ്കല്പത്തിലേക്ക് ആളുകളെ വളർത്തിയെടുക്കുക. എന്തുകൊണ്ടാണ് ചില പ്രത്യേക വസ്ത്രങ്ങളും ശീലങ്ങളും ആളുകളുടെ ഭാഗമാകുന്നത്? അത് മാർക്കറ്റിന് വേണ്ട രീതിയിൽ ആളുകളെ പാകപ്പെടുത്തിയെടുക്കലാണ്. ആലോചിച്ചു നോക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മൾ അങ്ങനെ സ്വതന്ത്രമായി ഈ തെങ്ങ് പോലെ നിൽക്കല്ല. ഈ തെങ്ങാണെങ്കിലും അതിനൊരു സ്വാധീനം ഉണ്ടാവും. ഇടയ്ക്ക് കാറ്റടിച്ചാലേ പൊടിയെങ്കിലും പിടിക്കും എന്നതുപോലെ തന്നെയാണ് നമ്മളും. ദുനിയാവിൽ ഒരു മനുഷ്യനും നിൽക്കുന്നത് ഒന്നിനോടും ബന്ധപ്പെടാതെയല്ല, അവനിൽ സ്വാധീനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മൗലാന മൗദൂദി റഹ്മഹുല്ലാഹ് പറയുന്നു, നമ്മൾക്കങ്ങനെ ഫ്രഷായിട്ട് നിൽക്കാൻ സാധ്യമല്ല. കാരണം അങ്ങാടിയിലൂടെ മറ്റനേകം ജീവിത സംസ്കാരങ്ങൾ നമ്മൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതിനെ പ്രതിരോധിക്കുന്ന തർബീയത്തിനെ നമ്മൾ ആന്തരികവൽക്കരിക്കണം. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഇബാദത്ത്, അദ്കാർ ജീവിതത്തിന്റെ വളരെ സൂക്ഷ്മമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള എംബോഡിമെന്റിലൂടെ നിങ്ങൾ മറികടക്കണം. എന്തിനാണ് നമസ്കാരം? അത് നിങ്ങളെ മറ്റ് തിന്മകളിൽ നിന്നും തടയും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങൾ അദ്കാറുകളിൽ മുഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അദ്കാറുകളിൽ മുഴുകുമ്പോൾ നിങ്ങൾ ആ സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, ലാ ഇലാഹ ഇല്ലല്ലാഹി, അല്ലാഹു അക്ബറിനെ എംബോഡിമെന്റ് ചെയ്യുന്നു. നിങ്ങൾ അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമാകും. ഇതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തിൽ അതിനെ നമ്മൾ വ്യാപിപ്പിക്കാനും അതിനെ ഒരു ശീലമാക്കാനും ഈ റബീഉൽ അവ്വലിലെങ്കിലും നമുക്ക് സാധിക്കേണ്ടതാണ്. അല്ലാതെ ഇതിലൊരൊറ്റ മൂലി നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ആദ്യമൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ലഹരി പിന്നെ അതൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ ബാംഗ്ലൂരൊന്നും പഠിക്കാൻ പോകണ്ട, ഇവിടെ താന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ തന്നെ ആളുകൾ ഏകദേശം ഒരു ഇതാവും എന്ന രീതിയിലെത്തിയിട്ടുണ്ട്. കാരണം മാർക്കറ്റും അതിന്റെ ലോജിക്കും വളരെ സ്പീഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും മാർക്കറ്റിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ ഇതിനെ മറികടക്കണമെങ്കിൽ നമുക്കുള്ള ഒരേ ഒരു വഴി, അത് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ ആന്തരികവൽക്കരിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ശീലത്തെ, സംസ്കാരത്തെ കുടുംബങ്ങളിലൂടെ, സമൂഹത്തിലൂടെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇത്തരം അധാർമികതകൾക്കെതിരെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരേ സമയം നടക്കേണ്ടതാണ്. രണ്ടും ഒരേ സമയം നടക്കണം. ഇത് രണ്ടും ഒരേ സമയം നടക്കണമെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മഹാനായ മർഹൂം ഷെയ്ഖ് യൂസുഫ് അൽ ഖറവാവി റഹിമഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തോട് ബുഅസീസിയുടെ ആത്മഹത്യയെ കുറിച്ചൊരു ഫത്വ ചോദിച്ചു. ബുഅസീസ് നിങ്ങൾക്കറിയാമായിരിക്കും, അറബ് വസന്തത്തിന്റെ ആരംഭത്തിൽ ആത്മഹത്യ ചെയ്ത മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയോടുകൂടിയാണ് ആ വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത്. ബുഅസീസിന്റെ ആത്മഹത്യ ഹറാമല്ലേ, അത് നമ്മൾ ആഘോഷിക്കാൻ പാടുണ്ടോ എന്ന് യൂസുഫ് അൽ ഖറവാവി റഹിമഹുല്ലാഹ് ചോദിച്ചു. അപ്പൊ യൂസുഫ് അൽ ഖറവാവി അതിന് കൊടുത്ത ഒരു ഉത്തരം, ആത്മഹത്യ ഹറാമായിരിക്കാം, അല്ലെങ്കിൽ ഹറാമാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യാം. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ച ഈ നാട്ടിലെ തൊഴിലില്ലായ്മ, അനീതി, അതിനെതിരെ നമ്മൾ പ്രക്ഷോഭം ചെയ്യണം. ഇത് വലിയൊരു പാടാണ്. കാരണം സാധാരണഗതിയിൽ ഒരു പ്രശ്ന ആളുകളുടെ ഒരു ധാർമ്മിക പ്രശ്നമായിട്ട് ചുരുക്കലാണ് പതിവ്. അല്ല,
അതിന് രാഷ്ട്രീയ സാമൂഹിക തലങ്ങളുണ്ട്. അതിനെ കൂടി അഡ്രസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നത്തെ നമുക്ക് അഭിമുഖീകരിക്കാനും തൂത്തെറിയാനും സാധിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലഹരിയെയും ലൈംഗികതയും ഇവിടെ കച്ചവടമാക്കുന്ന ഒരു ഭരണകൂട സമീപനമുണ്ട്. കമ്പോള മാർക്കറ്റിന്റെ കുത്തകകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമുണ്ട്. അതിനോട് നമ്മൾ പ്രക്ഷോഭത്തിലേർപ്പെടണം. അതോടൊപ്പം തന്നെ അത് സ്വാധീനിക്കുന്ന നമ്മുടെ സമൂഹത്തെ, സമുദായത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയിലും നമുക്ക് പങ്കാളിയാകാൻ കഴിയണം. അത് നമ്മളെ തന്നെ സംരക്ഷിക്കുന്ന പണിയാണ്. രണ്ടും ഒരേ സമയം നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആന്തരിക പ്രതിസന്ധിയെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആന്തരിക പ്രതിസന്ധിയെ. എന്താണ് മുസ്ലിമീങ്ങളുടെ പ്രത്യേകത? മുറാദ് ഹോഫ്മാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ അറബ് നാട്ടിലേക്ക് ഒരു നയതന്ത്രജ്ഞനായിട്ട് പറഞ്ഞയച്ച കാലം മുറാദ് ഹോഫ്മാൻ പറയാൻ, എന്നോട് പറഞ്ഞയച്ചപ്പോ ആ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എന്നും സ്ഫോടനങ്ങളും കലാപങ്ങളും. എനിക്കാകെ ബേജാറായിരുന്നു, ടെൻഷനായിരുന്നു. എന്തായിരുന്നു എന്റെ ടെൻഷൻ? ഇവിടുത്തെ ആളുകൾ എന്നും കലാപകലുഷിതമായതുകൊണ്ട് തന്നെ പരുഷ സ്വഭാവക്കാരായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മുറാദ് ഹോഫ്മാൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ദിവസം അങ്ങാടിയിൽ ചെന്ന് നോക്കിയപ്പോ ഞാൻ വിചാരിച്ച പോലെയല്ല ആ മുസ്ലിം സമൂഹം എന്നോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ തുടങ്ങുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ഇവർക്കതിന് സാധിക്കുന്നത്? ഇവർക്കതിന് സാധിക്കുന്നത് മുറാദ് ഹോഫ്മാൻ പറയുന്നു, ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഈമാനാണ്. ആ ഈമാനിൽ നിന്നുകൊണ്ടുള്ള ജീവിത സംസ്കാരമാണ്. ആ ജീവിത സംസ്കാരം ചോർന്നൊലിക്കുന്നതോടും നമ്മുടെ പ്രതിരോധ ശേഷി ചോർന്നൊലിക്കും. ദുനിയാവിലും അങ്ങനെയാണ്, ആഖിറത്തിലും അങ്ങനെയാണ്. ഇത് നമ്മുടെ ആന്തരികമായ ശേഷിയെ തന്നെ ദുർബലമാക്കും. അതുകൊണ്ടിത് നമ്മൾ ആദ്യ പരിഗണനയിൽ അഭിമുഖീകരിക്കേണ്ടുന്ന വിഷയമാണ്. ആദ്യ പരിഗണനയിൽ അഭിമുഖീകരിക്കേണ്ടുന്ന വിഷയം. മലിക് ബിൻ നബിയെ ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. ഒരു സമൂഹം തകരലപ്പെടാൻ, ധാർമ്മികത തകരുമ്പോഴാണ്, സദാചാര ബോധം തകരുമ്പോഴാണ്, അത് തകർക്കുകയാണ് ലിബറലിസം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം. അങ്ങനെ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ദുനിയാവിന്റെ പ്രതിസന്ധി, മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ പുൽകുന്ന ഒരു സമയം, നമ്മുടെ ശ്വാസം അവസാനമായി വിശ്വസിക്കുന്ന സമയം. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പാടുന്ന ഒരു കവിതയുണ്ട്. ഞാൻ ഈ കൂട് വിട്ട് പറക്കും, ഈ മൺകൂട് വിട്ട് ഞാൻ പറക്കും. അന്ന് ഈ മൺകൂട് നിങ്ങൾ ഈ മണ്ണിൽ വെച്ച് മൂടിക്കൊള്ളണം. പാടുന്ന ഒരു കവിതയുണ്ട്. ഞാൻ ഈ കൂട് വിട്ട് പറക്കും. ഒരു സന്ദർഭം വരാനുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു നഫ്സിനും അല്ലാഹു അവധി നീട്ടിക്കൊടുക്കുകയില്ല. ഒരു നഫ്സ് എന്ന് പറഞ്ഞാൽ ഏത് നഫ്സായിക്കോട്ടെ, എത്ര പ്രതാപവാനായിക്കോട്ടെ, അല്ലാഹു അവധി നീട്ടിക്കൊടുക്കുകയില്ല. അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പനായിക്കോട്ടെ അവസാനമായി അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ദുനിയാവിൽ നിന്ന് പോകേണ്ടവന്. അവിടെയാണ് എല്ലാ സിദ്ധാന്തങ്ങളും പരാജയപ്പെടുന്നത്, എല്ലാ ശാസ്ത്രങ്ങളും പരാജയപ്പെടുന്നത്. മനുഷ്യനൊരു ദൈവത്തെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? കാരണം മനുഷ്യന് മരണമുണ്ട് എന്നതുകൊണ്ട്. എത്ര ശാസ്ത്രം പുരോഗമിച്ചോട്ടെ, എത്ര സ്വതന്ത്രമായി മനുഷ്യന് പറക്കാമെന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഒരു ലാസ്റ്റ് സന്ദർഭം വരാനുണ്ട്. അവസാനം ഒരു സന്ദർഭം വരാനുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമിസ്റ്റുകളോട് നമ്മൾ സഹകരിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഈജിപ്തിൽ പറഞ്ഞത് മരണത്തിന് മുമ്പുള്ള വിമോചനത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിനുശേഷമുള്ളത് നമ്മുടെ പുസ്തകങ്ങളിൽ ആബ്സെന്റ് ആണ് എന്നായിരുന്നു. കാരണം മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുക ഇസ്ലാം എന്ന വിശ്വാസത്തിന്റെ കരുത്തിൽ മാത്രമാണ്. ആലോചിച്ചു നോക്കൂ, മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ വിശ്വാസമെന്ന പരിചയം കൂടാതെ സാധ്യമല്ല.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ചില ആളുകളുടെ നഫ്സ് റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് മുള്ളു വലിച്ചൂരുന്നത് പോലെ വേദന കൊണ്ട് ആ പഞ്ഞിക്കെട്ട് തിങ്ങിക്കേറുന്നത് പോലെ റൂഹ് തിങ്ങിക്കേറുമ്പോ ആ റൂഹ് അങ്ങനെ പൊട്ടി ചൂറിക്കരയും. അന്നൊരാളും കേൾക്കാനുണ്ടാവില്ല. ദുനിയാവിന്റെ നൈമിഷികമായ സുഖങ്ങൾ അന്ന് നമ്മളെ കൊഞ്ഞനം കുത്തിച്ചിരിക്കും. എന്റെ ശരീരം എന്റേതല്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന മനുഷ്യനെ അവസാന സന്ദർഭത്തിൽ അയാൾക്ക് സ്വയം ഒന്ന് കുളിക്കാൻ കഴിയാതെ ആളുകൾ കുളിപ്പിച്ച്, അയാൾക്ക് സ്വയം ഒന്ന് ഉളുവെടുക്കാൻ കഴിയാതെ ആളുകൾ ഉളുവെടുത്ത് കൊടുത്ത്, അയാൾക്ക് സ്വയം ഒന്ന് വസ്ത്രം ധരിക്കാൻ കഴിയാതെ ആളുകൾ കഫൻ ചെയ്തു കൊടുത്ത്, അയാൾക്ക് സ്വയം ഒന്ന് നടക്കാൻ കഴിയാതെ ആളുകൾ അയാളെയും ചുമന്ന് നടന്നു. എന്റെ അഡ്രസ് ഇതാണ്, എന്റെ പേരിതാണെന്ന് ഒരുപാട് വട്ടം എന്റെ പേരിതാണെന്നും എന്റെ മതം ഇതാണെന്നും എന്റെ ആദർശം ഇതാണെന്നും പ്രഖ്യാപിച്ചവന്റെ എല്ലാ അഡ്രസ്സും ഒരു കാലത്ത് മയ്യത്ത് എന്ന ഒരു നാമത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. അന്ന് എടുത്തുകൊണ്ടുപോയി ഖബർസ്ഥാനിൽ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച ആളുകൾ അയാൾക്ക് മുന്നിൽ നിന്ന് നമസ്കരിക്കുന്ന, അയാൾക്ക് പ്രാർത്ഥനാപൂർവം ആ ഖബറിടത്തിലേക്ക് അയാളെ വെച്ച് മണ്ണിട്ട് മൂടുന്ന, ആ മണ്ണിട്ട് മൂടുമ്പോൾ ആളുകൾ കൂടെ നിൽക്കുന്നവർ അയാളോട് മന്ത്രിക്കുകയാണ്, അല്ല സ്വന്തത്തോട് തന്നെ മന്ത്രിക്കുകയാണ്, നീ വന്നത് മിൻ തീൻ, മണ്ണിൽ നിന്നാണ്, ഇത് നിന്നെ സൃഷ്ടിച്ചത് ഇതിൽ നിന്നാണ്, നിന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് ഇതിലേക്കാണ് എന്ന ലോകത്തിന്റെ ആത്യന്തികമായ സത്യം അവിടെ പറയുകയാണ്. മനുഷ്യൻ എപ്പോഴാണ് ആത്യന്തികമായ സത്യം പറയുക എന്ന് ചോദിച്ചാൽ, മുന്നിൽ കിടക്കുന്നവൻ ജഡമായി തന്നിൽ നിന്ന് പോകുമ്പോഴാണ്. എല്ലാ സിദ്ധാന്തങ്ങളും പരാജയപ്പെടൽ എവിടെയാണ്? അതിന് തന്റെ കൂടെ നിൽക്കുന്നവൻ ഇനി ഭൂമി ലോകത്തില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ്. എല്ലാ സിദ്ധാന്തങ്ങളും പരാജയപ്പെടൽ എവിടെയാണ്? എല്ലാ അഹന്തകളും പരാജയപ്പെടൽ എവിടെയാണ്? മനുഷ്യന്റെ സാമീപ്യം, മനുഷ്യന്റെ സാന്നിധ്യം ശൂന്യതയായി മാറുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഗൾഫിലുള്ള മക്കളെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം, ഫോൺ വിളിക്കാം, പക്ഷെ ആ ശരീരത്തിന്റെ സാന്നിധ്യം നിങ്ങളെപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കും. ആ സാന്നിധ്യം തന്നെ തുടച്ചു നീക്കുന്ന ഒരവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം വരുന്ന ഒരു സന്ദർഭം എല്ലാ വീട്ടിലും, എല്ലാ ശരീരത്തിലും. അതിനെക്കുറിച്ച് ഓർക്കണം എന്നാണ് പ്രിയപ്പെട്ട ചെറുപ്പമേ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളോട് സോളിഡാരിറ്റിക്ക് പറയാനോ. നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടൽ എവിടെയാണ്? ഈ ദുനിയാവിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നവർക്ക് മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട് ഇസ്ലാമിന് മനുഷ്യന്റെ അന്തസ്സിനെ കുറിച്ച് പറയാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട ചെറുപ്പമേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരം പവിത്രമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അള്ളാഹ് ആദരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ദുർബലപ്പെടുത്തരുത്, ശരീരത്തെ മയക്കിക്കിടത്തരുത്. ശരീരം അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുകന് തിന്നാനിട്ട് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യ ശരീരത്തെ പരിശുദ്ധ ഇസ്ലാം തീയിലേക്ക് എറിഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ശരീരത്തെ അത് ഉപേക്ഷിച്ചു പോകാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ കേവലമായ മൃതദേഹത്തെ പോലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് പ്രാർത്ഥനാപൂർവം തോളിലേറ്റിക്കൊണ്ടാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ആ സംസ്കാരത്തെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു? ആ സംസ്കാരം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ റെസ്പെക്ട്ഫുൾ ആണ്, മനുഷ്യൻ ആദരണീയനാണ്, മനുഷ്യന്റെ ജീവിതം ആദരവർഹിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ദുർബലപ്പെടുത്തുന്ന, നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ലിബറൽ ജീവിത ബോധത്തോട് രാജി പറയാൻ സന്നദ്ധമാകണം. നമ്മൾ നമുക്ക് തന്നെ ഒരു ആദരം കൊടുക്കണം, നമ്മൾ നമ്മോട് തന്നെ റെസ്പെക്ട്ഫുൾ ആകണം, നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കണം, നമ്മൾ അള്ളാഹുവോടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് എല്ലാ സൈദ്ധാന്തികർക്കും മരണത്തിനപ്പുറത്തേക്ക് കാഴ്ചയില്ല, പക്ഷെ പരിശുദ്ധ ഇസ്ലാം മരണത്തിനപ്പുറത്തേക്ക് കാഴ്ച സമ്മാനിക്കുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ലഹരി?
പ്രിയപ്പെട്ട ചെറുപ്പമേ, ലഹരി മായിക പ്രപഞ്ചത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നതാണോ? എന്നാൽ ഞാൻ പറയും, ഏറ്റവും വലിയ ലഹരി മരണത്തിനപ്പുറം സ്വപ്നം കാണാൻ കഴിയുകയാണ്. എങ്ങനെയാണ് മരണത്തിനപ്പുറം സ്വപ്നം കാണാൻ കഴിയുക? മരണത്തിനപ്പുറം സ്വപ്നം കാണാൻ കഴിയുന്നവന് ഒരൊറ്റ പേരേ ഉള്ളൂ, അത് മുഅ്മിൻ എന്ന പേരാണ്. ഒരു മുഅ്മിനും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മുഅ്മിനും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം, പ്രിയപ്പെട്ട ചെറുപ്പമേ, സ്വർഗത്തോളം സ്വപ്നം കാണാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്നതാണ്. ഖാലിദീന ഫീഹാ, അവിടെയാണ് അനന്ത വിശാലമായ ബാക്കി ജീവിതം എന്ന് ധരിക്കുന്നവനാണ് മുഅ്മിൻ എന്നതുകൊണ്ടാണ്. ആ ബോധമുള്ളപ്പോൾ നിങ്ങളുടെ ഇഹലോകത്തെ പുനഃക്രമീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഇഹലോകത്തെ സൗന്ദര്യപൂർണിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഖാലിദീന ഫീഹാ, ഇതിനപ്പുറം, ഈ ലോകത്തിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയണം. അവിടെ ഇവിടുത്തെ പ്രതിസന്ധികൾ ഒരു പ്രതിസന്ധികളല്ല, ഇവിടുത്തെ ജീവിതം ഒരു ജീവിതം പോലുമല്ല. ജീവിതം അനന്ത വിശാലമായ ബാക്കി ജീവിതം അവിടെയാണ്. അതിലേക്ക് സജ്ജമാകണം. അതിലേക്ക് സജ്ജമാകാൻ ദുനിയാവിനെ നിങ്ങൾ ആഖിറത്തിലേക്കുള്ള കൃഷിയിടമായി കാണും. ഇവിടെയാണ് പ്രിയമുള്ളവരെ ജീവിതമുള്ളത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ സൗന്ദര്യമുള്ളത്. ഒരു ലിബറലിസത്തിനും അതിനെ സംവേദനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു മാർക്സിസത്തിനും അതിനെ സംവേദന ചെയ്യാൻ സാധിച്ചിട്ടില്ല. മൗലാന അബുൽ അല മൗദൂദി റഹ്മഹുള്ളയോട് ഒരിക്കൽ തന്റെ ദർസിലുള്ള തന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മൗലാന, താങ്കൾ ഒരു ഔലിയെ കണ്ടിട്ടുണ്ടോ? വലിയനെ കണ്ടിട്ടുണ്ടോ? മൗലാന മൗദൂദി റഹ്മഹുള്ള പറഞ്ഞു, പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഞാൻ ഇന്നൊരു വലിയനെ കണ്ടിട്ടുണ്ട്. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. കാരണം ഈ നാട്ടിലൊന്നും അങ്ങനെ ഒരു വലിയനെ കുറിച്ച്, നമ്മളതിനെ ജമ്മാക്കിയിട്ടാണ് ഒരു ഔലിയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മൗലാന മൗദൂദി ഒരു വലിയനെ കണ്ടത്? മൗലാന, അങ്ങ് എവിടെ നിന്നാണ് ഒരു വലിയനെ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മൗലാന മൗദൂദി റഹ്മഹുള്ള പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചുമട്ടുതൊഴിലാളി, എല്ലാവരും ട്രെയിൻ വന്നപ്പോ ആ ചരക്കുകൾ തങ്ങൾക്ക് വേണം എന്ന ആർത്തിയിൽ അവർ യാത്രക്കാരുടെ അടുത്തേക്ക് ഓടുകയാണ്. ആ ചരക്ക് കിട്ടണം, അതിന്റെ കൂലി കിട്ടണം എന്നോടുമ്പോ ഒരു ചുമട്ടുതൊഴിലാളി അവിടെ മാറി നിന്നുകൊണ്ട് ചാക്ക് വെച്ച് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്റെ ചരക്കുകളുമായി ഞാൻ അദ്ദേഹത്തെ കാത്തുനിന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്റെ ചരക്കുകൾക്ക് വേണ്ടി ഓടുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ ആ വക്തിൽ വെച്ച് നമസ്കരിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്ത ആ മനുഷ്യനെ കാത്തു ഞാൻ നിന്നു. മൗലാന മൗദൂദി റഹ്മഹുള്ള പറയാൻ, അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, എന്റെ ചുമടുകൾ അങ്ങ് ചുമക്കണം. എന്റെ വാഹനത്തിലേക്ക് ഈ ജോലി ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു. ആ മനുഷ്യൻ മൗലാന മൗദൂദി റഹ്മഹുള്ളയുടെ ചുമട് ചുമക്കാൻ തയ്യാറായി. എന്നിട്ട് ആ മൗദൂദിയുടെ വാഹനത്തിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോ മൗദൂദി സാഹിബ് കുറച്ച് പൈസ അധികം ആ സുഹൃത്തിന് കൊടുത്തു. ആ സുഹൃത്ത് സഹോദരൻ തന്റെ കൂലി കഴിച്ച് ബാക്കിയുള്ള പണം മൗലാന മൗദൂദി റഹ്മഹുള്ളക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ജോലി ചെയ്തതിന്റെ കൂലി തന്നാൽ മതി താങ്കൾ എനിക്ക്. താങ്കൾ ഞാൻ നമസ്കരിച്ചതിന്റെ കൂലി നൽകേണ്ടതില്ല. അത് ലോകങ്ങളുടെ തമ്പുരാനായ അല്ലാഹു എനിക്ക് നൽകുന്നതാണ്. പ്രിയപ്പെട്ട ചെറുപ്പമേ, ദാരിദ്ര്യത്തിന്റെ, തൊഴിലിന്റെ വേദനയിലും പ്രയാസങ്ങൾക്കിടയിലും ഒരു നിമിഷം എല്ലാം മറന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു ലഹരിയെക്കാളും വലിയൊരു ലഹരി ദുനിയാവിന്റെ ഒരു കമ്പോളവും നിങ്ങൾക്ക് വകവെച്ച് നൽകാൻ പോകുന്നില്ല. ഷെയ്ഖ് ജീലാനി റഹ്മഹുള്ള, അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ളയോട് ഒരിക്കൽ തന്റെ സുഹൃത്തുക്കൾ, തന്റെ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ്, താങ്കളുടെ ചരക്കുകൾ കടലിൽ മുങ്ങിപ്പോയി. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ള പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ആളുകൾ ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖ്, താങ്കളുടെ ചരക്ക് മുങ്ങിപ്പോയിട്ടില്ല, അത് വരുന്നുണ്ട്, നേരത്തെ വന്ന വാർത്തയായിരുന്നു. അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ള പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഇത് കേട്ട ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഷെയ്ഖ്, എന്തുകൊണ്ടാണ് താങ്കൾ രണ്ട് സന്ദർഭത്തിലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്?
അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ ആദ്യം എന്റെ ചരക്ക് നഷ്ടമായി എന്ന് പറഞ്ഞ് കേട്ട സന്ദർഭത്തിൽ എന്റെ നഫ്സിലേക്ക് നോക്കിയപ്പോ എന്റെ ഈമാനിനൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ സന്ദർഭത്തിലും ഞാൻ എന്റെ ഖൽബിലേക്ക് നോക്കി, എന്റെ ഈമാനിനൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു ലോകങ്ങളിൽ ആ ഏത് പ്രതിസന്ധിക്ക് മുമ്പിലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുന്നു. ആ സഫ്വാൻ കുറച്ചു കഴിഞ്ഞപ്പോ സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുന്നു. ആ സഫ്വാൻ വാഹനത്തിന്റെ ഒട്ടകത്തിന്റെ പുറത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുന്നത്. കൂടെ താഴെ നടക്കുകയാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ മദീനയിലെത്തിയപ്പോഴേക്കും മുനാഫിഖുകൾ ആയിഷ ബീവിയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അപവാദങ്ങൾ വ്യാപകമായി പരത്തിവിട്ടു. അങ്ങനെ ഹബീബുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുഖം തിരിക്കുന്ന സന്ദർഭമുണ്ടായി. അങ്ങനെ എല്ലാവരും ബഹിഷ്കരിച്ച സന്ദർഭത്തിൽ മഹദിയായ ആയിഷ ബീവി പറയുന്നു, ഒരു വാക്യം ഞാൻ നിരന്തരമായി ഉരുവിട്ടുകൊണ്ടിരുന്നു, ഹസ്ബിയല്ലാഹു വ നിഅ്മൽ വകീൽ എന്ന വാക്ക് മാത്രമാണ് നിരന്തരമായി ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നത്. അതിൽ ഞാനൊരു സമാധാനത്തെ കണ്ടെത്തി, അതിൽ ഞാനൊരു സ്വാശ്രയത്വത്തെ കണ്ടെത്തി, അതിൽ ഞാനൊരു സുരക്ഷിത ബോധം കണ്ടെത്തി. പ്രിയപ്പെട്ട ചെറുപ്പമേ, പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയുക നമ്മുടെ തത്മൈനൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങളെ ശാന്തസുന്ദരമാക്കാൻ കഴിയുക അള്ളാഹുവിന്റെ കലാമുകൾക്ക് മാത്രമാണ്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാത്രമാണ്, അള്ളാഹുവിന്റെ ദിക്റുകൾക്ക് മാത്രമാണ്. അതിലേക്ക് മടങ്ങുക, അതിലൂടെ ഹൃദയത്തെ മനോഹരമാക്കുക. ആധുനികതയുടെ സിദ്ധാന്തങ്ങൾക്കൊന്നും അതിന്റെ സിദ്ധാന്ത കാപീന്യങ്ങൾക്കപ്പുറം നമ്മുടെ കൽബിനെ തൊടാൻ സാധ്യമല്ല, നമ്മുടെ കൽബിനെ സുന്ദരമാക്കാൻ സാധ്യമല്ല. മാർക്കറ്റ് വിറ്റഴിക്കുന്ന ലഹരികൾക്ക്, അത് കൊണ്ടുവരുന്ന ഏജന്റുകൾക്ക്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്ക്, അതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ മുതലാളിമാർക്ക്, അവർ ഈ ദുനിയാവിന്റെ പ്രളവളപ്പിലേക്ക് നിങ്ങളെ മടി വിളിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിനെ കൽബിനോട് ചേർത്ത് വെക്കുക. ആ ദീൻ വിഭാവനം ചെയ്യുന്ന സാമൂഹികതയെ, ആ സാമൂഹികതയുടെ അന്തരീക്ഷത്തെ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചെടുക്കുക. അവിടെ ലഹരികളില്ലാത്ത, ആഭാസങ്ങളില്ലാത്ത, ദുരാചാരങ്ങളില്ലാത്ത സുന്ദര മനോഹരമായ ഒരു നാടിനെയും ജീവിതത്തെയും കുടുംബങ്ങളെയും പണിതുയർത്താൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മുടെ ദുനിയാവ് വിജയിക്കും, അവിടെ ആഖിറം വിജയിക്കും. വിശ്വാസമാണ് കരുത്ത്. ഇന്ന് പലരും പറയുന്നുണ്ട് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. എനിക്ക് തോന്നിപ്പോകുന്നു ആ പ്രയോഗം തന്നെ തെറ്റാണ്. അന്ധതക്കും വിശ്വാസത്തിനും ഒരുമിച്ച് നിൽക്കാൻ സാധ്യമല്ല. വിശ്വാസം നൽകുന്നത് അന്ധതയല്ല, കാഴ്ചയാണ്, അല്ല ഉൾക്കാഴ്ചയാണ്. ആ ഇന്ന് നടക്കുന്ന നരബലികൾ യഥാർത്ഥ വിശ്വാസത്തെ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്താൻ കഴിയാത്തവരുടെ കേവലമായ അവർ വഴിയിൽ ഇടറിപ്പോകുന്ന, അല്ലെങ്കിൽ അവർ ശൈത്താനീയത്തിലേക്ക് വഴിപിഴച്ചു പോകുന്നതാണ്. വിശ്വാസം നൽകുന്നത് അന്ധതയല്ല, കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ്, സൗന്ദര്യമാണ്, സൗരഭ്യമാണ്. അതിലേക്ക് വഴി നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആധുനിക ലിബറൽ മൂല്യങ്ങളുടെ മുന്നച്ചുതികളിൽ നിന്നും, ആധുനിക കമ്പോളത്തിന്റെ ചതിക്കുഴികളിൽ നിന്നും മോചിതനായിക്കൊണ്ട്, രാജി പറഞ്ഞുകൊണ്ട്, നൂറ്റാണ്ടുകളെ പ്രചോദിപ്പിച്ച, നൂറ്റാണ്ടുകളെ സൗന്ദര്യപൂരിതമാക്കിയ, നൂറ്റാണ്ടുകളുടെ മനുഷ്യരുടെ ജീവിതത്തെ മനോഹരമാക്കിയ ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു നടന്ന കാട്ടറബികളെ ലോകത്തിന്റെ നാഗരികതയുടെ സൃഷ്ടാക്കളായി
സത്താക്കളാക്കിയ, മദ്യത്തിനടിപ്പെട്ട് ആ മരുഭൂമിയിലൂടെ ഉടറി നടന്ന മനുഷ്യരെ ലോക നാഗരികതയുടെ സത്താക്കളാക്കിയ, ആ മദ്യത്തിന്റെയും മധുരാശിയുടെയും മരുഭൂമിയിൽ ഉടറി നടന്നിരുന്ന, അവിടെ പരസ്പരം കൊന്നും കൊലപിടിച്ചും നടന്നിരുന്ന ആ അറബ് മനുഷ്യരെ ലോകത്തിന്റെ സത്താക്കളാക്കി മാറ്റിയ, വേൾഡ് മേക്കിംഗ് പ്രോസസിന്റെ അധിപരാക്കി മാറ്റിയ, നാഗരിക ഭാവനയുള്ളവരാക്കി മാറ്റിയ പരിശുദ്ധ ദീനിനോളം നിങ്ങളുടെ ജീവിതത്തിന് സൗന്ദര്യം പകരാൻ ഒന്നിനും സാധ്യമല്ലെന്ന അടിയുറച്ച വിശ്വാസത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹ് ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.